നമസ്കാരം, എല്ലാവർക്കും ഐഷാം ഐഡിയാസിലേക്ക് സ്വാഗതം. സർക്കാർ ക്ഷേമ പദ്ധതികളെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മുടെ ചാനലിന്റെ ലക്ഷ്യം. സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ അപേക്ഷിച്ചിട്ടുള്ള അനേകം പേർ ഇപ്പോൾ വലിയൊരു ആശങ്കയിലാണ്. പെൻഷൻ തുക ലഭിക്കുമോ? പദ്ധതി നിർത്തിവെച്ചോ? എന്തുകൊണ്ടാണ് വൈകുന്നത്? ഇത്തരം എല്ലാ തെറ്റിദ്ധാരണകളും മാറ്റി സർക്കാർ നൽകുന്ന ഏറ്റവും പുതിയ സൂചനകൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇന്നത്തെ വീഡിയോ അവസാനം വരെ കാണുക. കാരണം പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ഇതിലുണ്ട്. പലരും എന്നോട് ചോദിക്കുന്ന കാര്യമാണ് പെൻഷൻ മുടങ്ങിയോ എന്നത്. സത്യത്തിൽ ക്ഷേമ പെൻഷനുകൾ പലതും വിതരണം നടക്കുന്നുണ്ടെങ്കിലും ഈ സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ സാങ്കേതികമായ ചില പരിശോധനകൾ നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ കാലതാമസം? സർക്കാർ പുതിയൊരു ഡാറ്റാബേസ് അപ്ഡേഷൻ നടത്തുന്നുണ്ട്. അതായത് അർഹരായവർക്ക് തന്നെയാണോ പണം എത്തുന്നത് എന്ന് ഉറപ്പുവരുത്താനാണ് ഈ പരിശോധന. ഇതിൽ പേടിക്കേണ്ടതായി ഒന്നുമില്ല. ഇതൊരു സാധാരണ ഭരണപരമായ നടപടി മാത്രമാണ്. ഈ പദ്ധതി എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്ന് നമുക്ക് നോക്കാം. 35 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ, BPL വിഭാഗത്തിൽപ്പെട്ടവർ എന്നിവർക്ക് സഹായം നൽകാനാണ് ഇത് ആരംഭിച്ചത്. എന്നാൽ അപേക്ഷകരുടെ എണ്ണം വലിയൊരു സംഖ്യയിലേക്ക്, അതായത് 16 ലക്ഷത്തോളം ആളുകളിലേക്ക് ഉയർന്നപ്പോൾ ഇതിന്റെ ബഡ്ജറ്റ് വിഹിതത്തിൽ മാറ്റം വരുത്തേണ്ടി വന്നു. അതുകൊണ്ടാണ് പുതിയ തീരുമാനങ്ങൾക്കായി കാത്തിരിക്കുന്നത്. മുൻപ് അപേക്ഷിച്ചവർ ആരും പരിഭ്രമിക്കേണ്ടതില്ല. നിങ്ങളുടെ അപേക്ഷ ഇപ്പോഴും സർക്കാർ സംവിധാനത്തിലുണ്ട്. ഇക്കാര്യത്തിൽ കൃത്യമായ തീരുമാനങ്ങൾ വരാൻ പോകുന്നത് ജൂൺ 19 അവതരിപ്പിക്കുന്ന സംസ്ഥാന ബഡ്ജറ്റിന് ശേഷമായിരിക്കും. ബഡ്ജറ്റിൽ ഈ പദ്ധതിക്കായി എത്ര തുക വകയിരുത്തുന്നു എന്ന് നമുക്ക് അപ്പോൾ അറിയാൻ സാധിക്കും. കൂടാതെ അപേക്ഷ പുതുക്കുന്നതിനെ കുറിച്ചോ എന്തെങ്കിലും പുതിയ രേഖകൾ ഹാജരാക്കണോ എന്നോ ഉള്ള വിവരങ്ങളും അപ്പോൾ പുറത്തു വരും. അപ്രൂവായ 16 ലക്ഷത്തോളം ഗുണഭോക്താക്കളെ തഴയുന്ന ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല എന്ന ആത്മവിശ്വാസകരമായ സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതൊരു പ്രധാനപ്പെട്ട അഭ്യർത്ഥനയാണ്. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വ്യാജ ലിങ്കുകളിൽ ആരും നിങ്ങളുടെ ബാങ്ക് വിവരങ്ങളോ ആധാർ നമ്പറോ നൽകരുത്. K-Smart പോർട്ടൽ വഴി മാത്രം വിവരങ്ങൾ നോക്കുക. പണം അക്കൗണ്ടിലേക്ക് വരാൻ മറ്റ് ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യണമെന്നോ മറ്റോ പറയുന്ന സന്ദേശങ്ങൾ വിശ്വസിക്കരുത്. പെൻഷൻ തുക ലഭ്യമാകുന്ന മുറയ്ക്ക് ഔദ്യോഗിക ഉത്തരവ് വരുന്ന നിമിഷം തന്നെ നമ്മുടെ ചാനലിലൂടെ കൃത്യമായ അപ്ഡേറ്റ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അതുവരെ ദയവായി ഔദ്യോഗികമായ അറിയിപ്പുകൾ മാത്രം വിശ്വസിക്കുക. ഈ വീഡിയോ അർഹരായ ഒട്ടേറെ സ്ത്രീകൾക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് ദയവായി അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കൃത്യമായ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാം. ഞാൻ മറുപടി നൽകാൻ ശ്രമിക്കാം. അടുത്ത പ്രധാനപ്പെട്ട അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.